വീണ്ടും ഒരു ട്രെയിൻ യാത്ര. പക്ഷേ ഇത്തവണ ട്രെയിനല്ല നമ്മുടെ വിഷയം, മറിച്ച് സെൽഫ് കെയറും തെറാപ്പിയും ഒക്കെയാണ്. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ പല ആളുകളും, എസ്പെഷ്യലി നമ്മുടെ ക്ലയൻസും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാറുള്ളതെന്ന്. അതിനുള്ള ഉത്തരമാണ് എൻ്റെ ഈ യാത്ര. കുറച്ച് നാളായിട്ട് മനസ്സിനെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ തെറാപ്പിക്ക് സമയമായി എന്നാണ് അതിനർത്ഥം. അപ്പം ഞാൻ എൻ്റെ തെറാപ്പിസ്റ്റിൻ്റെ വീട്ടിലേക്ക് പോകുന്ന യാത്രയായിരുന്നു അത്. വളരെ ഷോർട്ട് ഒരു ട്രിപ്പായിരുന്നെങ്കിൽ പോലും ആ ട്രിപ്പിനെ ഞാൻ ഇത്തിരി ഒന്ന് വലുതാക്കി, ഇച്ചിരി വിപുലീകരിച്ചു. അപ്പം അതിന് ശേഷം എനിക്ക് വേണ്ടപ്പെട്ടവരെ കാണാനായി ഞാൻ അവിടുന്ന് കോഴിക്കോട് പോവുകയും അവരുടെ കൂടെ സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇതെല്ലാം എൻ്റെ തെറാപ്പീൻ്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളാണ്. എനിക്ക് എന്നെ തന്നെ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ഈ ഓരോ യാത്രകളും വളരെയധികം ഉപകാരപ്പെടും. എനിക്ക് എന്നെ മനസ്സിലാക്കാൻ എന്നത് മാത്രമല്ല, എനിക്ക് എൻ്റെ ക്ലയൻസിനെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ വീണ്ടും വീണ്ടും എൻ്റെ പ്രാക്ടീസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും എനിക്ക് ആക്ച്വലി എൻ്റെ ഈ തെറാപ്പി സെഷൻസ് വർക്ക് ചെയ്യാറുണ്ട്. അപ്പം ഇത്തവണത്തെ എൻ്റെ യാത്ര ഷൊർണൂർക്കും കോഴിക്കോടുക്കും ഒക്കെ ആയിരുന്നു. ഈ പറയുന്ന സ്ട്രീറ്റും ബീച്ചും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു 3 ദിവസത്തിനൊടുവിൽ തിരിച്ച് വന്നിട്ട് കാര്യങ്ങളെല്ലാം ഒന്ന് റീസെറ്റ് ചെയ്യണം, എല്ലാം ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ഉദ്ദേശമായിരുന്നു അത്. എൻ്റെ ന്യൂ ഇയർ ഞാൻ ബിഗിൻ ചെയ്തത് ഇങ്ങനെയാണ്. ജാനുവരി 2-ാം തീയതി 3, 4 തീയതികളിൽ ഞാൻ പോയി തിരിച്ചു വന്നു. ആൻഡ് യെസ്, ഐ എം സ്റ്റാർട്ടിങ് അനദർ വേർഷൻ ഓഫ് മൈസെൽഫ് പ്രോബബ്ലി ടു ബിക്കം എ ബെറ്റർ മീ. ഓരോ ദിവസവും അതിനുള്ള ശ്രമമാണ്. പല കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെയും നമ്മളെ തന്നെ ഇങ്ങനെ ഓരോ രീതികളിൽ ഇങ്ങനെ തേച്ച് മിനുക്കിയെടുക്കുന്നതിലൂടെയും നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും നമുക്കിഷ്ടമുള്ള സുഹൃത്തുക്കളെ കാണുന്നതിലൂടെയും അവരുമായി സമയം ചെലവഴിക്കുന്നതിലൂടെയും നമുക്ക് വേണ്ടി തന്നെ കുറച്ച് സമയം മാറ്റി വെച്ച് ഇതിനൊക്കെ ഒന്ന് ഇറങ്ങിത്തിരിക്കാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുവർ ലൈഫ് വിൽ ബി ബ്യൂട്ടിഫുൾ. ഇതാണ് ഓരോ തവണയും ഞാൻ ക്രാഷ് ലാൻഡ് ചെയ്യുമ്പം ഞാൻ എന്നെ തന്നെ പഠിപ്പിക്കുന്ന പാഠം. അപ്പോൾ ഇത്തവണയും എൻ്റെ തെറപ്പിയൊക്കെ എടുത്ത് എൻ്റെ പ്രിയപ്പെട്ടവരുമായി കുറച്ച് സമയമൊക്കെ ചിലവഴിച്ച് അടുത്തൊരു റീസെറ്റിനായി ഞാൻ തുടങ്ങുന്നു.